മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിലുണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. ഒറ്റപ്പാലത്തെ കോടതി സമുച്ചയം നിലവിലെ സ്ഥലത്തുനിന്നും പുതിയ സ്ഥലത്തേക്ക് മാറ്റുവാൻ നിക്ഷിപ്ത താൽപര്യക്കാരുടെ ഇടപെടൽ നടക്കുന്നുണ്ടെന്ന് BDJS. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഒറ്റപ്പാലത്തെ നിലവിലുള്ള കോടതി സമുച്ചയവും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലവും പുതിയ കോടതി കെട്ടിട നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണെന്നും, എന്നാൽ ചില നിക്ഷിപ്ത താൽപര്യക്കാരുടെ ഇടപെടലുകൾ മൂലം കോടതി സമുച്ചയം നിലവിലെ പരിസരത്തു നിന്നും മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ളതാണെന്ന് BDJS വെസ്റ്റ് ജില്ലാ കമ്മിറ്റി വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഇത്തരം നീക്കങ്ങൾ പൊതുജനങ്ങൾക്കും വർഷങ്ങളായി ഈ പരിസരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഭിഭാഷകർക്കും വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. വർഷങ്ങളായി കോടതി പരിസരത്താണ് ഭൂരിഭാഗം അഭിഭാഷകരും അവരുടെ ഓഫീസുകളും മറ്റനുബന്ധ സൗകര്യങ്ങളുമുള്ളത്. ഇവയെല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ RDO ഓഫീസ്, താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസുകൾ എന്നിവ നിലവിലുള്ള മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തേക്ക് മാറ്റണമെന്നും ഇതുവഴി പൊതുജനങ്ങൾക്ക് റവന്യൂ സംബന്ധമായ എല്ലാ സേവനങ്ങളും ഒരൊറ്റ സ്ഥലത്ത് ലഭ്യമാകുമെന്നും BDJS വ്യക്തമാക്കി. കോടതി പരിസരത്തോട് ചേർന്ന് കിടക്കുന്ന സർക്കാർ ഭൂമിയിൽ തന്നെ അത്യാധുനിക സൗകര്യങ്ങളുള്ള പുതിയ സിവിൽ കോടതി കെട്ടിടം നിർമ്മിക്കാനാകും. ഈ നടപ്പിലായാൽ നിലവിലുള്ള കോടതി വാർഡിൽ തന്നെ പുതിയ സമുച്ചയം വരികയും അഭിഭാഷകർക്ക് അവരുടെ ഓഫീസുകൾ മാറ്റാതെ തന്നെ സുഗമമായി ജോലി ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമെന്ന് BDJS വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. അനിൽ രാജ് പറഞ്ഞു. ഈ ഒറ്റപ്പാലം കോടതിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വളരെ കാലമായി അതിന്റെ പുനർനിർമ്മാണം, പരിഷ്കരണം ഇവയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ജനമധ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യത്തിലും പാലക്കാട് ജില്ല പിന്നോക്കാവസ്ഥയിലാണെന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും പാലക്കാട് ജില്ലയിൽ പിന്നോക്കാവസ്ഥയിലാണ്. കോടതി സമുച്ചയം പുനർനിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റ് പല പ്രാവശ്യം അംഗീകരിക്കപ്പെടുകയും അത് ലാപ്സായി മാറുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. ഇത് അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ അത് പുരാവസ്തുവായിട്ട് കണക്കാക്കണം, അത് ജയിലിനടുത്താണ് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രാവശ്യം വീണ്ടും തള്ളിപ്പോയി. അപ്പോ സർക്കാർ വാട്ടർ അതോറിറ്റിയുടെ സ്ഥലം കണ്ടെത്തുകയും അങ്ങനെ ഇവിടെ പണിയാമെന്ന് പറഞ്ഞ വേറൊരു ഭാഗത്തേക്ക്, മിനി സിവിൽ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് മാറുകയും ചെയ്തിരിക്കുന്നു. ആ ഭാഗത്തേക്ക് മാറിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെ അതിന് മാറിയാലുള്ള ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളും ബസ് സ്റ്റോപ്പ് ആദ്യമായവയുടെ കാര്യങ്ങളും പരിഗണിക്കാതെ ജസ്റ്റ് കോടതി സമുച്ചയം മൊത്തം അങ്ങോട്ട് കണിയമ്പുറത്തേക്ക് മാറ്റാമെന്നുള്ള ധാരണയിൽ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇത് വർഷങ്ങളായിട്ട് ഒറ്റപ്പാലം ടൗണിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷന്റെ അടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോടതി സമുച്ചയം കണിയമ്പുറത്തേക്ക് മാറിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ആദ്യമായിട്ട് ജനങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടാണ്. അതേസമയം ഒരു ബദൽ നിർദ്ദേശം എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത്, വില്ലേജ് ഓഫീസുകൾ, RDO ഓഫീസ് തുടങ്ങിയവ കണിയമ്പുറം മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തേക്ക് മാറ്റിയിട്ട് അങ്ങനെയുണ്ടാകുന്ന സ്ഥലം സൗകര്യങ്ങൾ ഉപയോഗിച്ച് നല്ല കെട്ടിടങ്ങൾ നിർമ്മിച്ച് മറ്റുള്ള തൃശൂര്, എറണാകുളം പോലെയുള്ള മേഖലകളിൽ ഏത് രൂപത്തിലാണ് പുതിയ കോടതി സമുച്ചയം വന്നിരിക്കുന്നത്, ഏതൊക്കെ സൗകര്യങ്ങളാണ് അഭിഭാഷകർക്കും ക്ലർക്കുമാർക്കും കോടതിക്ക് വല്ല ഏർപ്പെടുത്തിയിരിക്കുന്നത്, അതുപോലെയുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്ന രീതിയാണ് വേണ്ടത്. ഇതിപ്പോ ബസ് സ്റ്റാൻഡ് അടുത്തുണ്ട്, ജനങ്ങൾക്ക് എത്തിച്ചേരാൻ എളുപ്പമുണ്ട്. ജയില്, അങ്ങനെയുള്ള പോലീസ് സ്റ്റേഷനെല്ലാം അടുത്തുണ്ട്. മജിസ്ട്രേറ്റ് കോടതി, അവിടെ തന്നെ പോലീസ് സംവിധാനം എത്രയും വേഗം ലഭിക്കേണ്ടതായ കോടതികൾ പലതുമുണ്ട്. ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു മേഖലയിലേക്ക് മാറ്റുമ്പോൾ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് കോടതി സമുച്ചയം ഇവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് റവന്യൂ സംബന്ധമായ മറ്റു ഓഫീസുകൾ, RDO തുടങ്ങിയ ഓഫീസുകൾ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറണമെന്ന് BDJS ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.